വിശുദ്ധന്മാരെ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൂടാ. പക്ഷേ ഞാൻ പറയും, പരിശുദ്ധ അമ്മ മറിയവും മറ്റു പരിശുദ്ധന്മാരും അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരും നീതിമാന്മാരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്തെന്നറിയാമോ? ഞാൻ വീണ്ടും ജാമ്യമെടുക്കുന്നു, പരിശുദ്ധരെ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൂടാ. പക്ഷേ അമ്മ മറിയവും മറ്റു നീതിമാന്മാരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിതാണ്, അവരൊക്കെ ദൈവസന്നിധിയിൽ ദൈവം തമ്പുരാന്റെ ഉപകരണങ്ങളായി, ഉപകാരമായി ദൈവം തമ്പുരാൻ ഉപകാരം ചെയ്തവരാണ്. വിശുദ്ധന്മാരെല്ലാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് അവരെല്ലാം. പക്ഷേ മറിയം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നില്ല, ദൈവം മറിയത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഉപകാരമല്ല, ഉപകരണമാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ ആവർത്തിക്കട്ടെ, തമ്പുരാൻ ഉപകാരം ചെയ്തവളല്ല അമ്മ മറിയം, അമ്മ ഉപകരണമാവുകയായിരുന്നു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ചരിത്ര ലോകത്തിൽ അനേകരെ തമ്പുരാൻ വിളിച്ചിട്ടുണ്ട്. വേദത്തിന്റെ താളുകളിലും സഭയുടെ വിശുദ്ധ പിതാക്കന്മാരുടെ ചരിത്രത്തിലുമൊക്കെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വിളിച്ചിട്ടുള്ള ഒത്തിരി പേരെ കാണാം. പക്ഷെ ദൈവം പ്രവർത്തിച്ച, തമ്പുരാൻ ഉപകാരമായി മാറിയവരല്ല, ഉപകരണമായി മാറിയ ഒരാളാണ് അമ്മ. അമ്മയുടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ എല്ലാ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും മനനത്തിനുമായി ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 39-ാമത്തെ തിരുവചനമാണ്. ശ്രദ്ധിക്കൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാമത്തെ വാക്യം വളരെ സുപരിചിതമാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. ടേക്ക് അവേ ദി സ്റ്റോൺ. ഒരിക്കൽ കൂടെ ഞാൻ വിശുദ്ധ ലിഖിതം വായിച്ചു കേൾപ്പിക്കാം. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്നവർക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലായി. വല്യാങ്ങള മരിച്ചിട്ട് കണ്ണീര് തോരാത്ത 4-ാം ദിനത്തിന്റെ പകലിൽ 2 കുഞ്ഞു പെങ്ങന്മാർ കരഞ്ഞു കലങ്ങിയ നേറിയ ഹൃദയവുമായി ബഥാന്യയിലെ വീട്ടിൽ പാർക്കുന്നു. 4-ാം ദിനം തമ്പുരാൻ ലാസറിന്റെ കുഴിമാടത്തിൽ വന്നു നിന്നിട്ട് പറയുന്നൊരു വാക്കാണ്, ടേക്ക് അവേ ദ സ്റ്റോൺ. കല്ല് നീക്കുവിൻ. ഈ വചനം എല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഓശാനയുടെ തലേന്ന് വായിച്ചു ധ്യാനിക്കും. ലാസറിന്റെ ചരിത്രം കുട്ടികൾക്ക് പോലും സുപരിചിതമാണ്. സ്വാമി വിവേകാനന്ദൻ 1893 ചിക്കാഗോയിലെ വിശ്വമത സമ്മേളനത്തിലെ കൂപമണ്ഡൂകത്തിന്റെ കഥ പറഞ്ഞു നടത്തിയ വലിയ പ്രസംഗത്തിന് ശേഷം തിരികെ ഭാരതത്തിലെത്തിയിട്ട് മദിരാശിയിലൊരു പ്രസംഗത്തിൽ ജനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ, പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം എടുത്ത പ്രധാനപ്പെട്ട ഒരു ചിന്ത ലാസറെ പുറത്തുവ എന്ന ഒരു വിഷയമായിരുന്നു. സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും പരിചയമുള്ളൊരു ഭാഗമാണ് കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ല്, വിശുദ്ധ വേദപുസ്തകത്തിൽ കല്ലിന് 2 മുഖങ്ങളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. വേദപുസ്തകത്തിലെ കല്ലിന്റെ 1-ാമത്തെ മുഖം എ പോസിറ്റീവ് ഫേസ് ആണ്, ഒരു നന്മയുള്ള ഒരു തിയോളജിക്കൽ ഫേസ് ആണ്, വേദശാസ്ത്ര മുഖമാണ്. ഞാൻ അക്കമിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സജീവമായി കയറാം. കല്ലിന്റെ തിയോളജിക്കൽ ഫേസ് എന്താ ബൈബിളിൽ? 1, പിതാവാം ദൈവത്തിന്റെ പര്യായമാണ് കല്ല്. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. ദൈവത്തെ വിളിക്കുക, പാറ, കല്ല്. പാറയാം യാഹൻ രാപ്പകൽ ധ്യാനം. അവിടെ ഈ പാറയാണ്, കല്ലാണ്. കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. കല്ല്, സ്വർഗത്തിലെ ദൈവം. സങ്കീർത്തനങ്ങളിൽ ദാവീദ് എത്ര തവണയാണ് എഴുതി വയ്ക്കുന്നത്, എന്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, ഞാൻ ആശ്രയിക്കുന്ന എന്റെ പാറ. മറക്കല്ലേ, 1
സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ പ്രതീകം. 2, യേശുക്രിസ്തു പുത്രനെ വിളിക്കുന്നതും കല്ലെന്നാണ്. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ, കോർപ്പ് സ്റ്റോൺ. ബാക്കി നിങ്ങൾ പറയും, നിങ്ങളെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:16 സുന്ദരമായി ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ല്, വിലയേറിയ മൂലക്കല്ല് സ്ഥാപിച്ചിരിക്കുന്നു. ദ വാല്യുബിൾ കോർപ്പ് സ്റ്റോൺ. യെശയ്യാ പ്രവാചകൻ വിളിക്കുന്നു വിലപ്പെട്ട മൂലക്കല്ല് യേശുക്രിസ്തു. 1, പിതാവാം ദൈവത്തിന്റെ പര്യായം. 2, പുത്രൻ യേശുവിന്റെ പര്യായം. മാത്രല്ല 1 കൊരിന്ത്യർ 10:4 പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തുവിനെ പാറ എന്ന് വിളിക്കുന്നു പൗലോസ്ലീഹ. നിങ്ങൾക്കറിയാലോ, പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ട് പോന്നപ്പോൾ വഴിയിൽ വെള്ളം കിട്ടാതെ വന്നപ്പോൾ വടി കൊണ്ട് പാറയെ അടിച്ചു. അറിയില്ലേ എത്ര തവണ അടിച്ചു എന്ന് പറയാമോ? എത്ര തവണ അടിച്ചു? 2 തവണ. അതിന് പിതാക്കന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം ദേ ഇങ്ങനെയും ഇങ്ങനെയും. കുരിശിന്റെ നിഴൽ വീണ കരിമ്പാറയാണ് പഴയ നിയമത്തിലെ പാറ. യേശു ക്രിസ്തു കുരിശിനോട് ചേർത്ത് അടിക്കപ്പെട്ട കല്ലാണ്. 2 കാര്യം പറഞ്ഞു: 1, പിതാവിന്റെ പര്യായം; 2, ക്രിസ്തുവിന്റെ പര്യായം; 3, മനുഷ്യനാരാണ്? അവൻ കല്ലല്ല, കല്ലാണ്. കല്ല് പോലെ ഇരിക്കും, ആട്ടുകല്ല് പോലെയൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കുമെങ്കിലും കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന് നമ്മുടെ സ്വഭാവം അറിഞ്ഞ് നാട്ടുകാർ പറയുമെങ്കിലും കല്ലല്ല. നമ്മൾ കല്ല് പൊടിഞ്ഞ എന്താണ്? മണ്ണാണ്. അത് വെറും മണ്ണല്ല, ഏദൻ തോട്ടത്തിലെ വളക്കൂറുള്ള മണ്ണാണ്, കന്നിമണ്ണാണ്. ഏദൻ തോട്ടത്തിലെ ചുവന്ന മണ്ണാണ്, അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണ്. തമ്പുരാൻ വെറുതെ ഒരു ദിവസം ഒരു പാത്രത്തിൽ എടുത്ത് കുഴയ്ക്കായിരുന്നില്ല കേട്ടോ. സുറിയാനി സഭയുടെ പിതാക്കന്മാർ വ്യക്തമായി പറയുന്നുണ്ട്, വൈദികരുടെ ശവസംസ്കാരത്തിന്റെ അവസാനത്തെ ശുശ്രൂഷകളിൽ ഒന്നിൽ തമ്പുരാൻ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെയാണ്: ദിശനാലിൽ നിന്നും നാഥൻ കയ്യിൽ പൂഴി പൊടിയേന്തിട്ടാദമിനെ സൃഷ്ടിപ്പാനായി സൃഷ്ടാവീനു തോന്നി. എന്നെ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. അത് എന്നെ നോക്കിക്കോളൂ, ഇപ്പൊ മനസ്സിലാവും. ദിശനാലിൽ നിന്നും നാഥൻ, ഏദൻ തോട്ടത്തിൽ, ദിശനാലിൽ നിന്നും നാഥൻ കയ്യിൽ പൂഴി പൊടിയേന്തി. ഇത്രയുള്ള സമയം നമുക്ക് പാടാൻ, വിഷയം മുന്നിൽ കടക്കുക. ഏദൻ തോട്ടത്തിൽ നിന്ന് ഉടയവൻ കുരിശാകൃതിയിൽ മണ്ണെടുത്തുവോ? പിതാക്കന്മാർ അങ്ങനെ, അവരുടെ ചിന്തകൾ, അവരുടെ ഭക്തി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി ഏതാ? കേവലം ഒരു കല്ലാണ്. യാക്കോബ് തലയിണയായി വെച്ച കല്ല് എടുത്ത് അതിന്മേൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ടൊരു പേര് വിളിച്ചു, ബഥേൽ. ആ കല്ലാണ് ആദ്യത്തെ പള്ളി. ചരിത്രത്തിലെ ആദ്യത്തെ ബൈബിൾ എന്താ? സീനായ് മലയിൽ നിന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ 2 കൈയിലും എന്നാ ഉണ്ടായിരുന്നു? 2 സ്റ്റോൺ ടാബ്ലറ്റ്സ്, കൽപ്പലകകൾ. അതിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയിരുന്നു. പിതാക്കന്മാർ പറയുക, ഒരു കല്ലിൽ 4 കൽപ്പനയും മറുകല്ലിൽ 6 കൽപ്പനയും. അത് ദൈവ കേന്ദ്രീകൃതമായതും ഇത്ര എണ്ണം, മനുഷ്യ കേന്ദ്രീകൃതമായത് ഇത്ര എണ്ണം. ഈ കുറച്ച് കൽപ്പന ഒരു കയ്യിലിടുന്നതിന് സോഷ്യൽ കമിറ്റ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ ഇതാണുള്ളത്, മറുവശത്ത് അങ്ങനെയല്ല, ദൈവബന്ധവുമായിട്ട് ഉള്ള കൽപ്പനകളാണ്. പോകട്ടെ, അത് ഞാൻ പറയുന്നില്ല. കൽപ്പനകൾ, ആദ്യത്തെ ബൈബിൾ കല്ലാണ്. അനോയിന്റഡ് സ്റ്റോൺ ആണ് ആദ്യത്തെ പള്ളി. ഒരിടയച്ചെറുക്കന്റെ കവണയിലെ കല്ല് രക്ഷയുടെ മുഖാന്തരമായി ദാവീദ്. മനസ്സിലായില്ലേ? യോർദാൻ കടന്ന ജനം ഉണങ്ങിയ സ്ഥലത്ത് നിന്ന് 12 കല്ല് എടുക്കുന്നു. ഓർമ്മയുടെ സുഗന്ധമുള്ള അടയാളമാണ് കല്ല്. പരിച്ഛേദനയ്ക്ക് തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കണം. ഉടമ്പടിയുടെ ചൂടുള്ള അടയാളമാണ് ആ കത്തി. ഒത്തിരി പറയാനുണ്ട് കേട്ടോ, പക്ഷെ ഞാനവിടെ നിർത്തുക അതിൻ്റെ ആ ഭാഗം.
കല്ലിന്റെ വേദപുസ്തകത്തിലെ ഒരു പോസിറ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ കല്ലിന് വേദത്തിൽ മറ്റൊരു മുഖമുണ്ട്, നെഗറ്റീവ് ഫേസ്. പ്രതിസന്ധിയുടെ, പ്രഹേളികകളുടെ, ക്രൈസിസിന്റെ ഒരു മുഖമുണ്ട്. ഉദാഹരണമായി ഇന്ന് സന്ധ്യയ്ക്ക് മസ്മൂറായിൽ ചൊല്ലി, നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. മനുഷ്യനെ വീഴ്ത്തിക്കളയുന്ന ഒന്നാണ് കല്ല്. യൂദായുടെ ലേഖനം 12-ാം വാക്യം, അധ്യായം 1 ഉള്ളതുകൊണ്ടാണ് അധ്യായം പറയാഞ്ഞത്. നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന തടങ്കൽ പാറകൾ, ട്രംബ്ലിംഗ് സ്റ്റോൺസ്. മനുഷ്യന്റെ ഇടർച്ച വരുത്തുന്നവനെ മുഴുവൻ വേദം വിളിക്കുന്ന പേര് കല്ലെന്നാണ്. മിസ്രയീമിന്റെ മേൽ പെയ്തൊരു കൽമഴയുണ്ട്, ശിക്ഷയാണ് അവിടെ. അപ്പോൾ വേദപുസ്തകത്തിൽ കല്ലിന് മറ്റൊരു മുഖമുണ്ട്, തടസ്സത്തിന്റെ മുഖം. എന്നെ കേൾക്കുന്നവർ ഈ നിമിഷങ്ങളിൽ നിങ്ങളത് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുക. ഒത്തിരി പറയാനുണ്ട്. എൻ്റെ വിഷയം അതല്ല. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ വിഷയം എടുത്തിട്ട വാക്യം, ഈ കുറിവാക്യം. കല്ലിൻ്റെ ഒരു പോസിറ്റീവ് ഫേസ്, കല്ലിൻ്റെ നെഗറ്റീവ് ഫേസ്. എന്നാൽ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കാൻ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന വചനം ഇതാണ്. ടേക്ക് അവേ ദ സ്റ്റോൺ, കല്ല് നീക്കുവിൻ. ഞാൻ ആമുഖം പറഞ്ഞതിൻ്റെ 2-ാം ഭാഗമാണ് ഞാൻ ചുവട് പിടിച്ചു പോകുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ചില കല്ലുകൾ. ഇന്ന് രാത്രി നമ്മുടെ ചിന്ത ഇതാണ് എൻ്റെ സ്നേഹിതരെ. യേശു തമ്പുരാൻ 1300-ൽ പരം ദിവസങ്ങൾ പരസ്യ ശുശ്രൂഷ നടത്തിയപ്പോൾ താൻ അഭിമുഖീകരിച്ച 5 കല്ലുകൾ. എന്നെ കേൾക്കുന്നവർ അക്കമിട്ട് ഇത് ചിന്തിച്ചു കൊള്ളണം, ഇത് ധ്യാനിക്കണം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനമാണ്. നമ്മുടെ വിഷയം ഇതാണ്. ആമുഖമൊക്കെ കഴിഞ്ഞു. യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അഭിമുഖീകരിച്ച എത്ര കല്ലുകൾ? മാസ്ക് വെച്ചേക്കുന്നുണ്ട്, മിണ്ടുകല്ലെന്ന് എനിക്കറിയാം. കൈ കാണിച്ചാലും മതി. എത്ര കല്ലുകൾ? ഞങ്ങൾ ഒരു കൈയും കാണിക്കുകയല്ല. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും കൈയും കാലൊന്നും കാണിക്കുകയല്ല. 5 കല്ലുകൾ. യേശു തമ്പുരാൻ അഭിമുഖീകരിച്ച 5 കല്ലുകൾ നമ്മുടെ ജീവിതവുമായി, എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കളുടെയും എൻ്റെയും ജീവിതവുമായി ചില ബന്ധങ്ങളുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് വർത്തമാനകാലത്തോട് ഞാൻ ആ കല്ലുകളെ ചേർത്ത് നമുക്കിന്ന് അല്പനേരം ചിന്തിക്കാം. മറ്റെല്ലാ ചിന്തകളും മാറ്റണം. 1, യേശു തമ്പുരാൻ അഭിമുഖീകരിച്ച 1-ാമത്തെ കല്ല് വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. അറിയാം നിങ്ങൾക്ക് പശ്ചാത്തലം. പാപിനിയായ സ്ത്രീ കർത്താവിന്റെ കാൽക്കൽ ഭയന്ന് വിറങ്ങലിച്ച് കിടക്കവേ, ദേ പിറകിൽ ഒരു 50 മീറ്റർ പിറകിൽ ഒരു 10-40 പേരൊന്ന് കൂട്ടിക്കോളൂ. കൂർത്തുമൂർത്ത കരിങ്കൽ ചീളുകളുമായി ഇവളെ എറിയാൻ നിൽക്കുകയാണ്. യേശു അഭിമുഖീകരിച്ച കല്ലുകൾ യോഹന്നാൻ 8:5. ആ കല്ലുകൾ സ്റ്റോൺ ഓഫ് സ്ട്രഗിൾസ് ആണ്, പോരാട്ടത്തിന്റെ കല്ലുകൾ. ഇപ്പോൾ ഇവളെ തകർത്ത് കളയും, ഇവളുടെ പ്രാണനെടുക്കും. പക്ഷെ തമ്പുരാൻ ഈ പോരാട്ടത്തിന്റെ കല്ലുകളെ, ഒരു മരണം ഉറപ്പാണ്. യേശു ജയിക്കുന്നത് എങ്ങനെയാണ്? ദ സ്റ്റോൺ ദാറ്റ് വിൻ ബൈ സൈലൻസ്. കർത്താവിന്റെ സൈക്കോളജി കണ്ടോ പ്രിയപ്പെട്ടവരെ? എനിക്ക് തോന്നാറുണ്ട് ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാർക്ക് ചില ഇടവക പൊതുയോഗമൊക്കെ വരുമ്പോൾ ഒരു 3-4 ദിവസം മുമ്പേ ചിലപ്പോൾ ടെൻഷനാണ്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, അതൊക്കെ നല്ല സ്ഥലമാണ്. അങ്ങനെ ടെൻഷൻ വരുമ്പോൾ തോന്നാറുണ്ട്, ദൈവമേ അങ്ങനെയാ ഫേസ് ചെയ്യുക, തകർത്ത് കളയും, ഇന്ന് കാണിച്ചു കൊടുക്കും, അച്ഛൻ ഇട്ട് 2 എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേദഭാഗം മദ്ബഹായിൽ വെച്ച് വായിച്ച് ധ്യാനിച്ച് താഴോട്ട് ഇറങ്ങണമെന്ന് തോന്നുന്നെങ്കിൽ ഏറ്റവും പറ്റിയ ഭാഗമാണിത്. കാരണം 19 പേര് കൊല്ലാൻ വന്നൊരാ കല്ലുമായിട്ട് കർത്താവ് ഇങ്ങനെ കൂളായിട്ട് ഇരുന്നിട്ട് മിണ്ടിയില്ല. എന്നിട്ട് ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ. അത് കേട്ടപാടെ എല്ലാവരും കല്ലിട്ടിട്ട് പോയി. മൗനം കൊണ്ടാണ് തമ്പുരാൻ അവരുടെ കൈകളിലെ കല്ലുകളെ വീഴിച്ചതും അവരുടെ മനസാക്ഷിയെ ആക്ഷേപിച്ചൊരു പരുവത്തിലാക്കിയതും. നമ്മളെക്കാട്ടി നല്ല ആളുകളായിരുന്നു അവർ കേട്ടോ, കല്ല് കയ്യിലുണ്ടായിരുന്നെങ്കിലും മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം കല്ലുകൾ ഇട്ടിട്ട് പോയി എന്നാണ്. ഇന്ന് പിന്നെ ആ പ്രശ്നമില്ല. അന്ന് കയ്യിലിടുന്ന കല്ലിന്റെ സ്ഥാനത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ കയ്യിലിടിക്കുന്നത്. ആരെ എന്തും പറയാം.
ആരോടെന്തോ ഒരു സെൻസറിങ്ങും ഇല്ല. പൗരാവകാശമാണ് അത്ര, ആരോടും എന്തും പ്രവർത്തിക്കാം. ഇതുകൊണ്ട് പോട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യേശു ക്രിസ്തു പോരാട്ടങ്ങളെ ജയിച്ചത് മൗനം കൊണ്ടാണ്. നിയമത്തിന്റെ പിൻബലമുണ്ട് അവരുടെ കല്ലുകൾക്ക്. കാരണം പാപം ചെയ്തവൾക്ക്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊല്ലാം. നിയമത്തിന്റെ പിൻബലമുണ്ട് ഈ കല്ലിന്. എന്നിട്ടും അലറിയെടുക്കുന്ന ജനത്തിന്റെ കയ്യിലെ കരിങ്കൽ ചീളുകളെ മൗനമെന്ന വജ്രായുധം കൊണ്ട് ആക്ഷേപിച്ചൊരു പരുവത്തിലാക്കിയവൻ നസറായൻ. ദ സ്റ്റോൺ ദാറ്റ് വിൻ ബൈ സൈലൻസ്. മൗനം കൊണ്ട് ജയിക്കാം. നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ജീവിതത്തിലെ ഒത്തിരി പോരാട്ടങ്ങളോട് എങ്ങനെയാണ്? എന്നെ കേൾക്കുന്ന താങ്കളും ഞാനും പലപ്പോഴും തോന്നിയിട്ടല്ലേ, ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു അവസരത്തിൽ പറഞ്ഞുപോയ വാക്കിനെ ഓർത്ത് ദുഃഖിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയും. നമ്മളൊക്കെ പറഞ്ഞുപോയ വാക്കിന്റെ അടിമയും പറയാത്ത വാക്കിന്റെ ഉടമയുമാണ്. നമ്മളൊക്കെ പറഞ്ഞുപോയ വാക്കിന്റെ അടിമയാണ്. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, ജിതേ സർവജിതേ രസേ എന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, രസനേന്ദ്രിയത്തെ നിയന്ത്രിച്ചാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കാം. രസന എന്ന് പറയുന്നൊരു അവയവമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഏതാണെന്ന് പറയാമോ? രസനയുണ്ട്, അത് കലക്കണമാണ്. രസനേന്ദ്രിയം. നാവ്. എന്ത് നീളം ഉണ്ടാവും ഒരാളുടെ നാക്കിന്? ഒത്ത മനുഷ്യന്റെ നാക്കിന് 9 സെന്റിമീറ്റർ 3 ഇഞ്ച്. നമുക്ക് പക്ഷെ അത് ചില നേരം 27 ഇറങ്ങി വരും. അച്ചായനുമായിട്ട് ഗുസ്തി പിടിക്കുമ്പം ഒരുപാടുണ്ടാവും. പിന്നെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ വളരെ കുറവാണ്. ജിതേ സർവജിതേ രസ എന്ന് പറഞ്ഞാൽ രസനേന്ദ്രിയത്തെ നിയന്ത്രിച്ചാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കാം. നമ്മളൊക്കെ മൗനം കൊണ്ടല്ല, ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി വർത്തമാനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടങ്ങളെ നേരിടുക. എപ്പോഴും കുറുകിക്കൊണ്ടിരിക്കുന്ന പ്രാവിന്റെ ആയുസ് കുറവാണത്രേ, പക്ഷെ നിശബ്ദനായി കഴിയുന്ന ആമയുടെ ആയുസ് വളരെ കൂടുതലാണത്രേ. ഒരു സ്ത്രീ, ഞാൻ എവിടെയോ വായിച്ചതാണ്, ഒരു പുരുഷൻ ഒരു ദിവസം 2000 മുതൽ 3000 വരെ വാക്കുകൾ സംസാരിക്കുമെന്നാണ് വായിച്ചിട്ടുള്ളത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരു പുരുഷൻ, നിങ്ങളുടെ ആണുങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം. 2000 മുതൽ 3000. ഒരു സ്ത്രീ ഒരു ദിവസം 6000 മുതൽ 8000 വരെ വാക്കുകൾ സംസാരിക്കുമെന്നാണ് പറയുക. എന്നോട് ക്ഷമിക്കണം, ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ആരോ പറഞ്ഞ കാര്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം? പൊതുവെ അങ്ങനെയാണ്. ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാരാണ്? നമ്മുടെ സ്ത്രീയാണ്. അതങ്ങനെ ഒക്കുള്ളല്ലോ. നെല്ലിക്കായുടെ ചാക്ക് ചിരടഴിച്ച് കമത്തുന്ന പോലെയാ. ചിലപ്പോൾ നാക്ക് തിരിച്ചു പിടിച്ചിടാൻ ഈ പാടുപെടും. പുരുഷൻ അങ്ങനെയല്ല. വീട്ടിൽ നിങ്ങൾ എന്തെല്ലാം ഭാരങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ അങ്ങനെ മിണ്ടുകയല്ല. പുള്ളിയെക്കൂടെ കുഴപ്പമല്ല, നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങേരെ കൊണ്ട് അത്ര ഒക്കൂ. കാരണം പുള്ളിയുടെ ഹോർമോൺ ഇനം അതാ, പുരുഷ ഹോർമോൺ അങ്ങനെയാ. നാവെടുത്ത് ഒത്തിരി സംസാരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മൊബൈൽ കമ്പനികളും താരീഫും ഒക്കെ നമ്മോട് പറയുന്നത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കൂ എന്നാണ്. നിർത്തരുതെന്ന്. കരിപിടിച്ച് അടുക്കളയ്ക്കുള്ളിൽ ഒരു പണിയില്ലാത്ത അമ്മച്ചി റീചാർജ് ചെയ്യുമ്പോഴും അൺലിമിറ്റഡ് ടോക്ക് ടൈമാണ്. അതാണ് റീചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്ത സംസാര സമയം. തീരരുത് ഈ ഇടപാട്. പ്രിയപ്പെട്ടവർ, ഒരുപാട് സംസാരിച്ചിട്ട് നമ്മൾ എവിടെ വരെ എത്തി? ഈ രാത്രി ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒത്തിരി സംസാരിച്ചിട്ട് നമ്മൾ എവിടെ വരെ എത്തി? കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ പാതുവയിലെ അന്തോണി എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തെ സംസ്കരിച്ചിട്ട് കാലമേറെ കഴിഞ്ഞിട്ടും ശരീരത്തിന്റെ ഒരു അവയവം മാത്രം അഴുകിപ്പോയില്ലത്രേ, നാവ്. എന്തുകൊണ്ടോ ദൈവം ബാക്കി വെച്ച അടയാളമായിരിക്കാം. വിശുദ്ധ കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ നാവ് മാത്രം അഴുകിപ്പോയില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴും ഇത് വായിച്ചപ്പോഴും എനിക്ക് തോന്നി, ദൈവമേ, അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ചത്തു കുഴിച്ചിട്ടാൽ ആദ്യം അഴുകി പോകാൻ സാധ്യതയുള്ള സാധനം ഏതാണ്? മിണ്ടരുത് കേട്ടാ. നമ്മുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നാക്കാണ്. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയേണ്ട. അതുകൊണ്ടാണ് സഭയുടെ പഴയ പിതാവുമാർ അപ്പറയും പറയുന്നത്, വിശ്വാസിയുടെ ആധാരം റോയൽ ഗേറ്റ് ആണ്, അതെപ്പോഴും തുറന്നിടരുത് അത്രേ.
വിശ്വാസിയുടെ അധരം റോയൽ ഗേറ്റാണ്. എന്താണ് റോയൽ ഗേറ്റിന്റെ പ്രത്യേകത? അത് രാജകീയ പാതയാണ്. നാളെ ഇപ്പോൾ നമ്മുടെ ഈ വഴിയെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആദരണീയനായ നരേന്ദ്രമോദിജി പോകുന്നു എന്നിരിക്കട്ടെ, നാളെ 11 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസിയുടെ അധരം അതിനൊരു കാവല് ഉണ്ടാകണം. നമ്മുടെ ഒരു ശ്രദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, വിനോദകരവും ആക്ഷേപകരവുമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നതിനായി എൻ്റെ അധരങ്ങൾക്ക് ഒരു കാവൽക്കാരനെ നിയമിക്കണമേ. ഓരോ ഇന്ദ്രിയങ്ങൾക്കും കാവൽ മാലാഖമാരെ ചോദിക്കുന്ന ആരാധനാ പാരമ്പര്യമാണ് സഭയ്ക്കുള്ളത്. മൗനം, മർത്തമറിയം അമ്മയുടെ മൗനം കാലത്തിന്റെ തേജസ്സാണ്. മൗനത്തിന്റെ അഭിമാന പർവ്വമാണമ്മ. മൗനത്തിന്റെ അലങ്കാര ഗോപുരമാണമ്മ. ജീവിതത്തിൽ ഇത്രയേറെ മൗനം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ, അവർ പരീക്ഷ വരുമ്പോൾ ഏറ്റവും പേടി കോളേജിൽ പലതും കാട്ടിക്കൂട്ടുമ്പോൾ ഇന്റേണൽ മാർക്ക് നഷ്ടപ്പെടുമെന്നുള്ള. ഇന്റേണൽ മാർക്ക് ആ ഗ്രേഡും ഒക്കെ നിശ്ചയിക്കുക. അതുകൊണ്ട് ഇന്റേണൽ മാർക്ക് പേടിയുണ്ടെങ്കിൽ കുറെ കുരുത്തക്കേടൊക്കെ ഒഴിഞ്ഞിരിക്കും. പക്ഷെ ചരിത്രത്തിലെ ജീവിത പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഇന്റേണൽ മാർക്ക് കിട്ടിയ ആർക്കാണെന്നറിയാം? മറിയത്തിനാണ്. എന്താണ് മറിയത്തിന് കിട്ടിയ ഇന്റേണൽ മാർക്ക്? അതിനെ ഒന്ന് മലയാളീകരിച്ച് നോക്കൂ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? ആന്തരികം. മാർക്ക് എന്ന് പറഞ്ഞ മലയാളം എന്താ? അടയാളം, മുറിവ്. ഇപ്പൊ മുഴുവൻ മലയാളം എങ്ങനെയാ? ഇന്റേണൽ മാർക്ക് ആന്തരിക മുറിവുകൾ. ഒരു വാള് വഹിച്ചുകൊണ്ട് നടക്കുക എന്നാ പറഞ്ഞു ശീമോൻ. നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കിടക്കും, അതവിടെ ഇരിക്കുമെന്ന് ആയുസ് മുഴുവൻ. ഈ വാള് ഇട്ടുകൊണ്ട് പോകുന്നത് ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ്. പോക്കറ്റിൽ ബ്ലേഡ് ഇട്ടുകൊണ്ട് പോകുന്നത് പോലെയാണ്. ഈ വാളിങ്ങനെ തലങ്ങും വിലങ്ങും കയറുന്നുണ്ടായിരുന്നു. നിരന്തര മുറിവുകൾ. പേറ്റുപായിൽ നിന്ന് മരണം വരെ ഈ അമ്മയുടെ ശരീരത്തിൽ നിരന്തരം കീറി പറഞ്ഞുപോയ വാളുകൾ. ഇത്രയും ആന്തരിക മുറിവുകൾ ആർക്കാണുള്ളത്? എന്നിട്ടും മൗനം. സഖറിയ പുരോഹിതനോട് ബലിപീഠത്തിന്റെ മുമ്പിൽ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ഭാര്യ എലിശുബ ഗർഭം ധരിക്കും. സഖറിയ പുരോഹിതൻ എന്താ മറുപടി പറഞ്ഞത്? എന്റെ കർത്താവ്, എന്നാ വർത്താനായി പറയുന്നേ? അവളെ ഞാൻ എത്ര ഗൈനക്കോളജിസ്റ്റുകളെ കാണിച്ച, പ്രായമെങ്കിലും ഒന്ന് ആലോചിക്കേ. തമ്പുരാൻ പറഞ്ഞു, ചുപ്പരഹോ, മിണ്ടരുത് കേട്ടോ. ആരോട്? സഖറിയാവിനോട്. ഇനി 10 മാസം നീ മൗനത്തിന്റെ പർണശാലയിലാണ്. ഇനി 10 മാസം നീ മൗനത്തിന്റെ ഗർഭത്തിലാണ്. നാവെടുത്ത് ജീവിതത്തിന്റെ പോരാട്ടങ്ങളോട് പ്രതിരോധിക്കാൻ ശ്രമിച്ചവന്റെ വായ് മൂടിക്കെട്ടി ദേവാലയത്തിൽ നിന്ന് വിടുന്നുണ്ട് തമ്പുരാൻ. പിന്നെ കൊച്ചി യോഹന്നാന്റെ തിരുമുഖം കാണുമ്പോ സഖറിയാവിന്റെ നാവിന്റെ കെട്ടഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നൊരു പാട്ട് പാടുക. വൃദ്ധൻ ഒരു പുതിയ പാട്ട്, ഇന്നോളം ആരും കേട്ടിട്ടില്ലാത്ത പല്ലവികൾ, ഇന്നോളം ആരും മൂളിയിട്ടില്ലാത്ത ഈരടികൾ. ആഫ്റ്റർ സൈലൻസ് മ്യൂസിക് എറൈസ് എന്ന് പറയും. എവിടെ മൗനമുണ്ടോ അതിനുശേഷം എന്തുകൊണ്ട്? സംഗീതമുണ്ട്. നമ്മുടെ വീടുകളിൽ മൗനമില്ല. നമ്മുടെ മക്കളോട് നാം മിണ്ടാൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം സംസാരിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇനി വേണ്ടത് നമ്മുടെ തലമുറയോട് ചില നേരങ്ങളിൽ മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചില നേരങ്ങളിൽ മൗനമായിരിക്കാൻ പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് 2 വേദഭാഗം പറഞ്ഞ ആ ഭാഗത്ത് ഞാൻ പോവും. ഇയ്യോബിന്റെ പുസ്തകം, സഹനങ്ങളുടെ രാജകുമാരൻ, നൊമ്പരങ്ങളുടെ തമ്പുരാൻ, വേദനകളുടെ ആൾരൂപം ഇയ്യോബ്. ജീവിതത്തിൽ മക്കളെല്ലാം നഷ്ടപ്പെട്ടു. സോറിയാസിന്റെ മൂത്ത ഇനമാ വന്നത്. ശരീരം മുഴുവൻ ചൊറി, വ്രണം, പഴുത്തളിഞ്ഞ ശരീരം. എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ആ കൂരയ്ക്ക് കീഴെ ആ മനുഷ്യൻ അനുഭവിക്കുന്ന യാതനകൾ ഒന്ന് കേൾക്കാനുള്ളതാണെന്ന് വായിക്കാനുള്ളതാണത്. നിങ്ങൾ കേൾക്കേണ്ടത് ഇതാണ്. ഇയ്യോബ് 3:1. വേദഭാഗം മറക്കല്ലേ. ഇയ്യോബ് 3:1 ഇങ്ങനെയാണ്. അനന്തരം ഇയ്യോബ് വായ തുറന്നു, തന്റെ ജന്മദിവസത്തെ ശപിച്ചു. അപ്പൻ പണ്ടാരടങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞു, എൻ്റെ അമ്മ തുലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു. ആര്? നമ്മൾ നീതിമാൻ എന്ന് വിളിക്കുന്ന ഇയ്യോബ്. ഇത്രയും ശാപം പറഞ്ഞ ഒരാളുണ്ടോ? 3:1 ഞാൻ സംസാരിച്ചു കേട്ടോ. 3:40 അദ്ദേഹം പറയും, ഞാൻ നിസാരൻ, ഞാൻ കൈകൊണ്ട് വായ പൊത്തുന്നു, ഞാൻ ഒത്തിരി മിണ്ടിപ്പോയി. ഞാൻ പറയും, ഇയ്യോബിന്റെ ശരീരത്തിൽ പുഴു കയറി, ഇയ്യോബിന്റെ വിശ്വാസത്തിൽ കയറിയില്ല. ഇയ്യോബിന്റെ ശരീരത്തിൽ പുഴു കയറി, വിശ്വാസത്തിൽ കയറിയില്ല.
ഓർക്കണമേ, ഒടുവിലൊരു നീണ്ട മൗനത്തിലേക്ക് നമ്മളെ തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. അങ്ങനെയെങ്കിൽ മൗനം കൊണ്ട് കാലത്തിന്റെ പ്രതിസന്ധികളുടെ പോരാട്ടത്തിന്റെ കല്ലുകളെ ജയിച്ച തമ്പുരാൻ സുവിശേഷത്തിന്റെ താളിൽ നിന്നുകൊണ്ട് ഈ രാത്രി എന്നോടും താങ്കളോടും സംസാരിക്കുന്നു. ചില നേരങ്ങളിൽ ഇത്തിരി മിണ്ടാതിരിക്കണം. മൗനം കൊണ്ട് ജയിക്കുന്ന കല്ലുകൾ. 2, 5 ഭാഗമാണ് നമ്മുടെ ഈ വചന ശുശ്രൂഷയ്ക്കുള്ളത്. 1, മനസ്സിൽ കുറിച്ചിടണം മൗനം കൊണ്ട് ജയിക്കുന്ന പോരാട്ടത്തിന്റെ കല്ലുകൾ. 2, വിശുദ്ധ യോഹന്നാൻ 8:59 അതേ സുവിശേഷം, അതേ പേജുകൾ. 8:59 ഇങ്ങനെയാണ്: അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. അവനോ, യേശുവോ, മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. കേൾക്കണമേ, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. അവനോ, യേശുവോ, മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. എന്താ പശ്ചാത്തലം എന്ന് മനസ്സിലായോ? തമ്പുരാൻ ഒരു സൂപ്പർ പ്രസംഗം നടത്തുകയാണ്. 8-ാം അധ്യായം. പ്രസംഗത്തിന്റെ വിഷയം പുത്രന്റെ നിത്യത. പുത്രന്റെ നിത്യത. ഇത്തിരി കട്ടി പ്രസംഗമായിരുന്നു കേട്ടോ. ശ്രോതാക്കൾ ഒരുപാടുണ്ട്. അതിൽ ഗ്രേഡ് കൂടിയതും ഗ്രേഡ് കുറഞ്ഞതുമായ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു കേൾവിക്കാരിൽ. പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞൊരു വിഷയം ഇതാണ്: അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. ഇത് പറഞ്ഞപ്പോൾ താഴെ നിന്ന ആളുകൾ പിറുപിറുത്തു. എന്നാ വർത്താനാണ് ഈ പറയുന്നത്? അബ്രഹാം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ ആദരവോടെ ഉപയോഗിക്കുന്ന ഒരാളാണ്, കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മുൻപേ ഈ നസറാണി മരയാശാരി ഉണ്ടെന്നോ? എന്നാ വർത്താനമാണെന്ന് ഇത്? 50 വയസ്സ് പോലും ഇവനായിട്ടില്ല. താഴെ ജനം പിറുപിറുപ്പ് വല്ലാതെ കൂടി വന്നു. തമ്പുരാൻ ആ പ്രസംഗം തീർത്തപ്പോ നന്ദി പറഞ്ഞത് കല്ലുകൊണ്ടാ. കല്ലെടുത്തു എന്നറിഞ്ഞപ്പോ പ്രസംഗം നിർത്തിയിട്ട് തമ്പുരാനെ കുറിച്ച് പറയുന്നു: ജീസസ് ഹിഡ് ഹിംസെൽഫ് ആൻഡ് വെന്റ് ഔട്ട് ഓഫ് ദ ടെമ്പിൾ. അവൻ തന്നെ മറച്ച് ദേവാലയം വിട്ടുപോയി. 2-ാമത്തെ കല്ല് പ്രാണനെടുക്കുന്ന കല്ല. സ്റ്റോൺ ദാറ്റ് ഡിസ്ട്രക്ട് ദ ലൈഫ്. പ്രാണനെടുക്കുന്ന കല്ല. കർത്താവ് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ പറയും, ചില കല്ലുകളോട് പൊരുതാൻ നിൽക്കരുത്, പറ്റുകയില്ല. 2 തരത്തിൽ നമുക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാം. 1, അതിനോട് ഫൈറ്റ് ചെയ്യാം. രോഗം വന്നു, പൊരുതയേ ഒക്കുള്ളൂ. ജീവിതത്തിലൊരു വേദന വന്നു, കണ്ണീര് വന്നു, പൊരുതാതെ എങ്ങനെയാണ്? ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യുന്ന ഒത്തിരി പേര് ഈ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട്. അതേ വാക്ക് തന്നെയാണ്. ഫൈറ്റിന്റെ ഇടയ്ക്ക് ഒരു എല്ല് ചേർത്താൽ മതി. എന്താവും വാക്ക്? ഫ്ലൈറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ? പറന്നു പോവുക. ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളോട് ആ സാഹചര്യത്തിൽ നിൽക്കരുത്. നമുക്ക് പറ്റില്ല. മനുഷ്യനാണ്, വീണുപോകും. സങ്കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം, ഉറക്കെ പറയൂ, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്. ഫ്ലൈ ചെയ്യുക. ചിലത് നമുക്ക് പറ്റിയതല്ല. പച്ച മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന ദൈവജനം ഓർക്കണം. എന്നെ കേൾക്കുന്ന കൗമാരക്കാരുണ്ടെങ്കിൽ ചിന്തിക്കും, മക്കളെ, നിന്റെ മൊബൈലിൽ പതിവായി വരുന്ന ചില മിസ് കോളുകൾ ഉണ്ടാകാം. ഒരു ഹലോയിൽ തുടങ്ങുന്ന ബന്ധമാണ്, പിന്നെ അത് എവിടേക്ക് വളരുക. എൻ്റെ പൊന്നുമോള ആ സിം കാർഡിന് കള. ഇന്നിപ്പോ സിം കാർഡിനൊന്നും ഒരു പഞ്ഞവും ഇല്ല. ചില സാഹചര്യം വിട്ടുമാറണം. നീ പതിവായി പോകുന്നൊരു വാഹനത്തിൽ നിന്നെ നോക്കി ചരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ പെൺകുട്ടി, 4 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു ബന്ധത്തിലേക്ക് വളർന്നേക്കാം. എൻ്റെ മോൾ അതിന് പറയെ വേറൊരു വണ്ടി വരുന്നുണ്ട്, അതിന് പോയാൽ മതി. ചില സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. ആഗ്രഹം അധികം അവസരം സമം എന്താ? പാപം. പലർക്കും ആഗ്രഹമുണ്ട്, അവസരമില്ലാത്തതുകൊണ്ട് പാപം ഉണ്ടാകുന്നില്ല. ആഗ്രഹം അധികം അവസരം സമം പാപം. ചില സാഹചര്യങ്ങളെ വിട്ടോടുക. ജീസസ് ഹിഡ് ഹിംസെൽഫ് ആൻഡ് വെന്റ് ഔട്ട് ഓഫ് ദി ടെമ്പിൾ. അവൻ തന്നെ മറച്ച് ചില കല്ലുകളുടെ മുമ്പിൽ നിന്ന് മാറുക. ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നമ്മുടെ ജോസഫ്, സുന്ദരപുരുഷൻ, മിസ്രയീമിലെ 2-ാമത്തവൻ, മിടുക്കൻ, ആ രാജ്യത്തിൽ എന്ത് അധികാരവും കയ്യിലുള്ളവൻ. ആ പോത്തിഫറിന്റെ വീട്ടിൽ ആ സ്ത്രീയുടെ പ്രലോഭനം ഭയങ്കരമായിരുന്നു.
ജോസഫിനോട് ഒത്തിരി പ്രലോഭനത്തിന്റെ പഞ്ചസാര വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു ആ സ്ത്രീ. ഒരു ദിവസം ജോസഫിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഈ സ്ത്രീ ജോസഫിനോട് പറഞ്ഞു, എന്നാലും എൻ്റെ ജോസഫേട്ട, ഞാൻ എത്ര മിസ് കോൾ അടിച്ചതാണ്, ഒരെണ്ണം എനിക്ക് തിരിച്ചു വിളിച്ചോ. ഉൽപ്പത്തി 39 എന്നാലും എൻ്റെ ജോസഫേട്ട, ഞാൻ എത്ര മെസ്സേജ് അയച്ചതാണ് വാട്സാപ്പിലും മറ്റുമായി, ഒരു മറുപടി. ജോസഫ് പറഞ്ഞു, എടീ, നീ നിന്റെ പണി നോക്കിക്കോണം. ഞാൻ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഒക്കെ തലമുറയിൽപ്പെട്ട പൗത്രനാണ്, ഞാൻ തെറ്റിപ്പോകയില്ല. പെണ്ണൊരുമ്പിട്ടാലെന്നൊക്കെ കേട്ടിട്ടില്ലേ? അവൾ കുറെ കൂടെ ജോസഫിനോട് പറ്റി നിന്നിട്ട്, എന്നാലും എൻ്റെ ജോസഫ് പറ്റില്ല. അവൻ കൂടുതൽ തെന്നിമാറി. അവസാനം സംഭവിച്ചത് നിങ്ങൾക്കറിയോ? അവൾ അവൻ്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. പിന്നെ ജോസഫ് അവിടെ നിന്നില്ല. 6:60 പുറത്തോട്ട് വിട്ടു. പക്ഷെ പോണ പോക്കിൽ വസ്ത്രം ആരുടെ കയ്യിലായിപ്പോയി? ജോസഫിൻ ആ സ്ത്രീയുടെ കയ്യിലായിപ്പോയി. നോക്കണം, ജോസഫിനെ കുറിച്ച് വായിക്കുന്നു, പ്രലോഭനം മുറുകി വന്നപ്പോ he went out of the room. അവൻ പുറത്തേക്ക് ഓടിക്കളഞ്ഞു. യേശു went out of the temple. അവൻ പുറത്തേക്ക്, ജോസഫ് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. പക്ഷേ അന്ന് ഇങ്ങനെയായിരുന്നു. ഈ കേസ് വന്നപ്പോൾ ആർക്കെതിരായിരുന്നു എന്നറിയാം? ഈ സ്ത്രീ മൊഴി കൊടുത്തിട്ട് തിരിച്ചാണ്. അപ്പൊ കേസ് വന്ന് അകത്ത് പോയത് ഈ സ്ത്രീ അല്ല, മറിച്ച് ആരാണ്? പറയൂ. ജോസഫാണ്. ഇത്തരം കേസുകളിൽ അന്നും ഇന്നും ഇങ്ങനെയാ. ഇല വന്ന് മുള്ള വീണാലും, ഇവിടെ ആമ്പിള്ളേർ ഇടുപ്പിയല്ല, ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആർക്കാണ് കേട്? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പഴം ചൊല്ലില്ല? ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആർക്കാണ് കേട്? ഇലയ്ക്ക്. ദേ ഇവിടുന്നാണ്, ആമ്പിള്ളേരുടെ തന്നെ. പൊന്നു മോനെ അങ്ങനൊന്നും പറയരുത്. ഇത്തരം കേസുകളിൽ മുള്ളിന് തന്നെയാ മക്കളെ കേട്. കാരണം അകത്ത് പോയത് ജോസഫാണ്. അത് അന്നും ഇന്നും എങ്ങനെയാണ്? ഓർക്കണം, he went out of the room. പത്രോസ് തള്ളി പറഞ്ഞ നേരം ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് അകലം വിട്ട് പിൻചെന്നു യേശുവിനെ. യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. he went out of the palace. പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു, പുറത്തിറങ്ങി ഫ്ലൈ ചെയ്തു. പിന്നെ പത്രോസ് അവിടെ നിന്നാൽ ഒക്കുകയല്ല. ചില സാഹചര്യങ്ങൾ വിട്ടോടി. ആ പത്രോസാണ് സഭയുടെ ധീര രക്തസാക്ഷിയായി മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച്, പത്രോസിനെ കുറിച്ച്, ജോസഫിനെ കുറിച്ച്. ചില സാഹചര്യങ്ങൾ വിട്ട് ഓടി. നമ്മൾ പച്ചയായ മനുഷ്യരാണ്. പച്ചയായ വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചില സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും പഠിക്കേണ്ട, പാഠമാക്കേണ്ട ചില കാര്യങ്ങളാണ്. അവഗണിക്കേണ്ട ചില കോളുകളുണ്ട്, അവഗണിക്കേണ്ട കാഴ്ചകളുണ്ട്, അവഗണിക്കേണ്ട ചില കമ്പനികളുണ്ട്. പണ്ട് ചങ്ങമ്പുഴയുടെ രമണനിൽ അല്ലേ, ആ കാമുകനോട് ചോദിക്കുന്നുണ്ട്, കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? അയാൾ പണ്ട് മറുപടി, ചങ്ങമ്പുഴ ഇത് എഴുതിയിട്ട് കാലമേറെയായി, മറുപടി പറഞ്ഞത്, പാടില്ല നമ്മൾ നമുക്കച്ചോ, ഞങ്ങൾക്ക് ഈ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച സിയോൻ സഞ്ചാരി ഇത് മാത്രമേ അറിയുള്ളൂ. പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പണ്ടാണ്. ഇന്ന് ആരും അങ്ങനെ എഴുതുകയല്ല. ഇനി പോരാനേ പറയുള്ളൂ. ഡാഡി മമ്മി വീട്ടിലില്ല, ഇനി പോരാനേ പറയുള്ളൂ. നമ്മെ മറന്നൊന്നും ചെയ്തുകൂടാ. എന്നെ കേൾക്കുന്ന സഹോദര, ക്രിസ്തീയ അന്തസ് എന്നൊരു വാക്ക് നന്നായി ഒന്ന് ധ്യാനിക്കാനുണ്ട്. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ ക്രിസ്തീയ അന്തസ് പണയം വെക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ട്. അത് പൗരോഹിത്യത്തിന്റെ ഭാഗത്തുണ്ട്. നിർഭാഗ്യമാണ്, ഖേദകരമാണ്. സഭയുടെ ഭാഗത്ത്, ജനത്തിന്റെ ഭാഗത്ത്, എല്ലാ മനുഷ്യരുടെ ഭാഗത്ത് ക്രിസ്തീയ അന്തസ് പണയം വെക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഈ വാക്ക് മറക്കല്ലേ. ക്രിസ്തീയ അന്തസ് പണയം വെച്ചിട്ട്, നിന്റെ കുലമഹിമ വിട്ട് കളഞ്ഞിട്ട്, മാമോദീസായിൽ റൂസ്മായിൽ മുദ്രയിടപ്പെട്ട കുഞ്ഞേ, പരിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ട കുഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ പൈതലേ, നിന്റെ ക്രിസ്തുവിന്റെ അന്തസ് നീ വിട്ടുകളയല്ലേ. ചില സാഹചര്യങ്ങളെ വിട്ട് ഓടണം. 2 കാര്യങ്ങൾ പറഞ്ഞു. മറന്നുവോ?
ഒന്ന്, പാവനിയായ സ്ത്രീയുടെ മുന്നിൽ മൗനം കൊണ്ട് ജയിക്കുന്ന ചില കല്ലുകൾ. രണ്ട്, ഇതാ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തിന് നന്ദി പറഞ്ഞൊരു കല്ലുകൊണ്ടാണെങ്കിൽ സാഹചര്യം വിട്ടോടി ചില കല്ലുകളോട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ഫ്ലൈറ്റ് ചെയ്തോണം. ജഡത്തിന്റെ സ്വഭാവം, പച്ചയായ വികാരങ്ങൾ നമുക്കുണ്ടായതിനാൽ ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ ആണെങ്കിൽ ഡിസയർ വരുമ്പോൾ ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുക. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, രണ്ട് കല്ല്. തമ്പുരാൻ എത്ര വിദഗ്ധമായിട്ട് അതിനെ അതിജീവിച്ചു. മൂന്ന്, യേശു ക്രിസ്തു അഭിമുഖീകരിക്കുന്ന മൂന്നാമത്തെ കല്ല് നമ്മൾ എടുത്ത കുറിവാക്യം തന്നെയാണ്. അധ്യായം 11 യോഹന്നാൻ. ലാസറിന്റെ വീട്ടിൽ 39 വാക്യം എങ്ങനെയാണ്? കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിരലിലെണ്ണാവുന്ന ജനം ആ വീട്ടിലുണ്ട്. ആ വല്യാങ്ങളയുടെ മരണത്തിൽ തളർന്നിരിക്കുന്നു ആ കുഞ്ഞു പെങ്ങന്മാർ. തമ്പുരാൻ നിർനിന്മേഷനായി കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നു. യേശു കർത്താവ് ഘനഗംഭീര്യമാർന്ന ശബ്ദത്തിൽ മൊഴിഞ്ഞു, ആ കല്ല് നീക്കണം. ഞാൻ ആ കല്ലിനെ ഒരു പേര് വിളിച്ചോട്ടെ ഈ രാത്രി, സ്റ്റോൺ ഓഫ് ഇമ്പോസിബിലിറ്റീസ്. അസാധ്യതയുടെ കല്ല്, സ്റ്റോൺ ഓഫ് ഇമ്പോസിബിലിറ്റീസ്. കാരണം എന്നറിയാം, കല്ല് നീക്കം പറഞ്ഞ പാടെ മാർത്ത ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവേ കർത്താവേ നാറ്റം വെച്ച് കാണും. ഇന്ന് എത്ര ദിവസമായി? എത്രയാണ് ഇവിടെ? ഇങ്ങനെ തന്നെയാണല്ലോ, 4 ദിവസമായി. കർത്താവെ നാറ്റം വെച്ച് കാണും, 4 ദിവസമായി. അതിന്റെ അർത്ഥം ഇതാണ്, നീ വരികയാണെങ്കിൽ തമ്പുരാൻ ഇന്നലെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ പിടിച്ചെങ്കിലും വരണമായിരുന്നു. കാരണം ദിസ് ഇസ് ദ 4th ഡേ, ദിസ് ഇസ് ദ ഡേ ഓഫ് ഇമ്പോസിബിലിറ്റീസ്. കാരണം വേദപുസ്തകത്തിലേക്ക് ഏറ്റവും പ്രകാശമുള്ള പദങ്ങളിൽ ഒന്നാണ് 3-ാം ദിവസം. ഗലീലയിലെ കാനാവിലൊരു കല്യാണം 3-ാം ദിവസം, അത്ഭുതം നടന്നില്ലേ? മോറിയയിലേക്ക് അബ്രഹാം കുഞ്ഞിനെയും കൊണ്ട് ചെന്നെത്തിയ ദൂരം 3-ാം ദിവസം, അത്ഭുതം നടന്നില്ലേ? നമുക്കറിയാം യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസം. എസ്തേറിന്റെ പുസ്തകത്തിൽ അത്ഭുതം നടന്ന ഉപവാസത്തിന്റെ ഉത്തരം 3-ാം ദിവസം. യോനായെ തിമിംഗലം കരയ്ക്ക് ഛർദ്ദിച്ചത് 3-ാം ദിവസം. വേദപുസ്തകം തരുന്ന പ്രകാശമുള്ള പ്രത്യാശയുള്ള ഏറ്റവും പ്രതീക്ഷയുള്ള വാക്കിന്റെ പേരാണ് 3-ാം ദിവസം. അങ്ങനെയെങ്കിൽ മാർത്ത പറഞ്ഞു, തമ്പുരാനെ ഇത് 4-ാം ദിവസമാണ്. അതിന്റെ അർത്ഥം ഇതാണ്, മാറ്റിയിട്ടും കാര്യമില്ല. 4-ാം ദിവസം പ്രതീക്ഷകൾ അസ്തമിച്ച നേരമാണ്, സാധ്യതകൾ പൂത്തുലയുന്ന നേരമാണ് 3-ാം ദിനമെങ്കിൽ ഇനിയില്ല. ഈ വീട്ടിലൊരു കുഞ്ഞിത്തൊട്ടിൽ ആടുമെന്ന് അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ദൈവദൂതന്മാർ പറഞ്ഞപ്പോ അടുക്കളയിൽ സാമ്പാറിന് അരിഞ്ഞുകൊണ്ട് നിന്ന സാറ ചിരിച്ചു. എന്നെ വർത്താന ഇത്? അവൾ നിൽക്കുന്നത് 4-ാം ദിവസത്തിലാണ്. പറ്റില്ല ഇനി. ബാല ഉറങ്ങുകയത്ര എന്ന് പറഞ്ഞപ്പോൾ ശവമഞ്ചത്തോട് ചേർന്ന് നിന്ന് വിലാപഗാനം പാടിയ യഹൂദന്മാർ ചിരിച്ചു. എന്നെ വർത്താന ഇത്? അവർ നിന്നത് 4-ാം ദിവസത്തിലാണ്. മന്നായുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ മാറായിലെ കൈപ്പതിലം കണ്ടപ്പോൾ ജനം പെറുപെറുത്തു. അവർ നിന്നത് 4-ാം ദിവസത്തിലാണ്. 2020 ഒരു 4-ാം ദിവസമാണോ? 2020 ഒരു 4-ാം ദിവസമാണോ? പക്ഷേ 4-ാം ദിനത്തെ കർത്താവ് ജയിച്ചത് എങ്ങനെയെന്നറിയണ്ടേ? 2 പ്രക്രിയ. ഒന്ന്, യേശു സ്വർഗത്തേക്ക് നോക്കി. 2, യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. അസാധ്യതയുടെ കല്ല് മുന്നിലിരിക്കെ, പ്രതിസന്ധിയുടെ കല്ല് മുന്നിലിരിക്കെ, ഇത് പറ്റില്ല എന്ന് സമൂഹം പറഞ്ഞപ്പോ, മരിച്ചവന്റെ ബന്ധുക്കൾ പോലും പറഞ്ഞപ്പോ, യേശു സ്വർഗത്തേക്ക് നോക്കി. യേശു കണ്ണുനീർ വാർത്തു. ഞാൻ എൻ്റെ കണ്ണ്, ബാക്കി പറയൂ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ ഇവിടെ നിന്ന് വരും. ഉയർത്തുമോ മിഴികൾ? കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താനുള്ള വർഷമായത് കേട്ടോ. ഒന്നും പറ്റുന്നില്ല നമുക്ക്. ഐ എം ഹെൽപ്ലെസ് എന്ന് നിലവിളിക്കേണ്ട നേരം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട് ലക്ഷ്യമാക്കി പോകുമ്പോൾ ഇതാ രാത്രിയിൽ അതിവേഗം പലായനം ചെയ്യുന്ന പ്രാണൻ വാരിപ്പിടിച്ചോടുന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ആർത്തലയ്ക്കുന്ന കടലിന്റെ സംഹാരതാണ്ഡവം ആടി വരുന്ന ചെങ്കടലിന്റെ ഹുങ്കാര ശബ്ദം. പകച്ചുപോയി അവർ. മുൻപിൽ ആർത്തലയ്ക്കുന്ന ചെങ്കടൽ, നേർത്ത നിലാവത്തവർ കണ്ടു. എത്രമാത്രം അടി ഉയരത്തിൽ തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന തിരമാലകളുടെ മുമ്പിൽ പകച്ചു നിന്ന ഇസ്രായേൽ മക്കൾ.
മുൻപിൽ വഴിയടയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ട് നോക്കും? പിറകോട്ട്. അവർ പിറകോട്ട് തിരിഞ്ഞപാടെ കാതങ്ങൾക്ക് പിറകിൽ ഇതാ നേർത്തൊരു ശബ്ദം അടുത്തടുത്ത് വരുന്നു. ആ ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അവർ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അതൊരു കുതിരക്കുളമ്പടികളാണ്. മനസ്സിലായി, പെട്ടു. ആ കുതിരക്കുളമ്പടികൾ ഫറവോന്റെ കുതിരകളാണ്. അശ്വാരൂഢ സൈന്യം, ഫറവോന്റെ കിങ്കരന്മാർ ദേ അടുത്തു വരുന്നു. അവർ പകച്ചുപോയി. മുൻപിൽ ചെങ്കടൽ, പിറകിൽ ഫറവോന്റെ സൈന്യം, വശങ്ങളിൽ ഇരുട്ടാണ്, രാത്രി, ലോക്ക്ഡൗൺ. ഇതിനെയാണ് വിളിക്കേണ്ടത്, അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത് എന്ത്? ലോക്ക്ഡൗൺ. ആ ജനം എന്ത് ചെയ്തു? അവർ സ്വർഗത്തേക്ക് നോക്കി. സ്വർഗത്തിലെ ദൈവർക്ക് ഉത്തരമരളി, പ്രിയപ്പെട്ടവരെ കേൾക്കണമേ, എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, അസാധ്യതയുടെ 4-ാം ദിനം, ആ ചെങ്കടലിന് മുമ്പിൽ ആ 4 രാത്രി ഉണ്ടായപ്പോൾ ഒരു സംഭവം നടന്നു. എന്നറിയാമോ? ചെങ്കടൽ വഴിമാറിക്കൊടുത്തു. ചെങ്കടൽ ഏറ്റവും വലിയ ട്രാപ്പായിരുന്നു. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ കെണി. എന്നാൽ ചെങ്കടൽ വഴിമാറിക്കൊടുത്തപ്പോൾ ലോകത്ത് ഒരു അത്ലറ്റ് ഓടിയിട്ടില്ലാത്ത ഏറ്റവും വലിയ ട്രാക്കായി മാറിയത്. കേൾക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടോണം. കടലിങ്ങനെ വഴിമാറിക്കൊടുത്ത് ഭിത്തി പോലെ 2 സൈഡിലും വെള്ളം. ഒരു 8 അടി വീതി കൂട്ടിക്കോ, ചുമ്മാ ഇരുന്നോട്ടെ. ഒരു 10 അടി വീതിയിൽ 2 വശങ്ങളിലും ഭിത്തി പോലെ, ചുവര് പോലെ വെള്ളം നിൽക്കുക. ഇതുപോലൊരു ട്രാക്ക് ചരിത്രത്തിലില്ല. ട്രാപ്പിനെ ട്രാക്കാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. എപ്പോഴാണെന്നറിയാം? മുൻപും പിൻപും അടഞ്ഞപ്പോൾ, ഈ 2020 പ്രതിസന്ധി ആ രാത്രിയിൽ ഒന്നുണ്ടായപ്പോ അവർ സ്വർഗത്തേക്ക് നോക്കി. 4-ാം ദിനത്തിലെ കല്ല് മാറ്റുണ്ടായെന്ന് മാർത്ത കൊച്ച അലറി വിളിച്ചപ്പോഴും തമ്പുരാൻ കരഞ്ഞു. നമ്മുടെ കണ്ണുനീരിന് മുമ്പിൽ സ്വർഗം തുറക്കും. യേശു കർത്താവിന് കരയേണ്ട ആവശ്യമില്ല. തൻ്റെ മാനുഷിക സ്വഭാവത്തിൽ പോലും കരയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ യേശുവിൻ്റെ കണ്ണുനീർ, ഈ കാലഘട്ടം ഒരുപാട് പേരുടെ കണ്ണുനീര് വീഴുന്നുണ്ട്. ബിസിനസ് നഷ്ടപ്പെട്ടവരുടെ, തകർന്നുപോയ ജീവിതങ്ങൾ, സ്തംഭിച്ചു നിൽക്കുന്ന ജീവിതങ്ങൾ, കഴിഞ്ഞ മാർച്ച് വരെ പുഴ പോലെ ഒഴുകിയിരുന്ന ചില ജീവിതങ്ങൾ ഇന്ന് സ്തംഭിച്ചിരിക്കുന്നു. പറ്റുന്നില്ല ആർക്കും, പിടിച്ചു നിൽക്കാനൊക്കാതെ ആത്മഹത്യകൾ പെരുകുന്നു. അവിടെയൊക്കെ 2 വഴികൾ ഇന്ന് രാത്രി തമ്പുരാൻ പറഞ്ഞു തരുക. നീ ലോക്ക്ഡൗൺ ആയാലും, നിന്റെ മുമ്പിൽ 4-ാം ദിനം ആർത്തലച്ചു വന്നാലും, സ്വർഗത്തേക്ക് നോക്കുമോ കുഞ്ഞേ? കരയുമോ കുഞ്ഞേ? കർത്താവ് 2 ഇടത്ത് വേദപുസ്തകത്തിൽ കരയുന്നുണ്ട്, ഒരിടത്ത് നിലവിളിക്കുന്നുണ്ട്. കരയുന്നൊരു, ഒന്ന് ലാസറിന്റെ കുഴിമാടത്തിൽ. കരയുന്നൊരു മറ്റൊരിടം എവിടെയാണെന്ന് പറയാമോ? ഓശാന പെരുന്നാളിൽ യെരൂശലേമിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. കർത്താവ് നിലവിളിക്കുന്നത് എവിടെയെന്നറിയാം? യേശു ക്രിസ്തു നിലവിളിച്ചത് എവിടെയാ? ക്രൂശിൽ. ഏലി ഏലി ലമാ ശബക്താനി. ഈ കരച്ചിലും നിലവിളിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതങ്ങനെയൊന്നും ഇല്ലച്ചോ, ശബ്ദം ഉണ്ടാക്കി കരയുന്നതിൻ്റെ പേരാണ്. അല്ല, കരച്ചിൽ BA ആണെങ്കിൽ നിലവിളി MA. കരച്ചിൽ BCom ആണെങ്കിൽ നിലവിളി MCom. കരച്ചിൽ BBA ആണെങ്കിൽ നിലവിളി പറയൂ MBA ആണ്. എന്ന് പറഞ്ഞാൽ കരച്ചിലിന്റെ മാസ്റ്റർ ഡിഗ്രിയാണ് ഏത്? നിലവിളി. എന്ന് പറഞ്ഞാൽ കരച്ചിലിന് മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടി എന്ത് ചെയ്യും? കരയും. അടുത്ത കളിപ്പാട്ടം കിട്ടുമ്പോൾ മാറും. പ്രണയം നിഷേധിക്കപ്പെടുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി കരയും. 8-ാം ക്ലാസ്സിൽ തുടങ്ങും, 9-ാം ക്ലാസ്സിൽ പൊട്ടും, 10-ാം ക്ലാസ്സിൽ അടുത്ത കിട്ടും. അപ്പോ കരച്ചില് മാറും. വിശക്കുമ്പോൾ കരയും, നിറയുമ്പോൾ നിർത്തും. കരച്ചിലിന് മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ കരച്ചിലിന് മുകളിലുള്ളൊരു സ്ഥാനമാണ് നിലവിളി. കിണറ്റി വീഴുമ്പോൾ കരയോ നിലവിളിക്കോ? വീണിട്ടില്ല, എനിക്കറിയാം, വീണെങ്കിൽ ഇതുപോലെ ഇരിക്കുകയല്ലോ. എങ്കിലും കിണറ്റി വീഴുക എന്നിരിക്കട്ടെ, കരയോ നിലവിളിക്കോ? നിലവിളിക്കും. കാരണം ഇനി ഓപ്ഷനൊന്നും ഇല്ല, മറ്റൊരു സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ മുമ്പിലെ കരച്ചിലിന്റെ പേരാണ് നിലവിളി. അതുകൊണ്ടാണ് വിലാപങ്ങൾ നമ്മോട് പറയുക, നിലവിളിക്കാനാം നിലവിളിക്ക, എഴുന്നേറ്റു നിലവിളിക്ക, നിലവിളിക്കാനാം നിലവിളിക്ക. എപ്പോൾ? രാക്കാലങ്ങളിൽ, യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്ക.
കരച്ചിലിന്റെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്, നിലവിളിയുടെ മുമ്പിൽ ഓപ്ഷൻസ്. ഒരു സാധ്യതയുമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ മുമ്പിൽ നിലവിളിക്കാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഹാഗാർ. ഉൽപ്പത്തി 21. ഇസ്മായിൽ കരങ്ങളിലുണ്ട്, കുഞ്ഞ് മരിക്കാൻ പോവുകയാണ്. ഈ കുഞ്ഞിനെ കടത്തിയിട്ട് ഈ അമ്മ ഒരു അമ്പിൻപാട് ദൂരത്ത് പോയി എന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നു. സ്വർഗം അവളോട് ചോദിക്കുന്നു, അവളോട് പറയുന്നു, ഹാഗാറേ നീ കരയണ്ട. ബാലന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഹാഗാറേ നീ കരയണ്ട. ബാലന്റെ, ചോദിക്കട്ടെ, ഈ ഹാഗാർ എന്ന് പറയുന്ന ആ സ്ത്രീക്ക്, ആന്റിക്ക് എത്ര വയസ്സ് കാണും? 35 കൂട്ടിക്കോ. കൊച്ചിന് 4-5 വയസ്സ് പ്രായം. ആര് ശബ്ദം ഉണ്ടാക്കലാണ് ദൂരെ കേൾക്കുക? പറയൂന്നേ, അമ്മ കരഞ്ഞല്ല. പക്ഷെ സ്വർഗം പറഞ്ഞത് ഹാഗാറെ കരയണ്ട. ആരുടെ നിലവിളിയാ മേളിൽ കിട്ടിയത്? കാരണം ഹാഗാറിൻ്റെത് കരച്ചിലാണ്. ഓപ്ഷൻസ് ഉണ്ട്. കുഞ്ഞ് മരിച്ചാലും ഹാഗാറിന് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ കുഞ്ഞിനോ ഓപ്ഷൻസ് ഇല്ല. അത് അവന്റെ അവസാനത്തെ വിനാഴിക. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, നിന്റെ കരച്ചിലല്ല മോളെ, ഈ കൊച്ചിന്റെ നിലവിളി ഉണ്ടല്ലോ. അതുകൊണ്ട് നിലവിളിക്ക് ചെവി തുറക്കുന്ന ഒരു ദൈവം. 4-ാം ദിനം മാർത്ത പറഞ്ഞു, അത് ഘടികാരത്തിന്റെ സൂചിയല്ല നിശ്ചയിക്കുന്നത്, കലണ്ടറിലെ തീയതിയുമല്ല, ദൈവത്തിന്റെ നേരം വരും ചിലപ്പോൾ. അതാണ് 3-ാം ദിനം. നമ്മുടെ 4-ാം ദിനത്തെ 3-ാം ദിനമാക്കി മാറ്റുമോ? അത് ഏത് പ്രായത്തിലുമാകാം. പണ്ടാരോ പാടിയതുപോലെ, മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മരവിച്ചു, മനസ്സു മാത്രം. മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മരവിച്ചു, മനസ്സു മാത്രം, മനസ്സു മാത്രം. മുരടിക്കാതിരുന്നാ മതി. ആരോ പാടുന്നുണ്ട്, കൊള്ളാം, സന്തോഷം. എനിക്ക് കുഴപ്പമില്ല, ശ്വാസമാണ്. സോണി മാണി മേലാൽ ഇനി എന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല. നല്ലതാ കേട്ടോ. ആ പാട്ടൊക്കെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ മനസ്സിനൊരു എനിക്കിതാ വേണ്ടിയത്. ഒരു സുവിശേഷഗാനം മാത്രമല്ല, നമുക്ക് സന്ദേശം ചേർന്ന ചില വരികളൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. പ്രിയപ്പെട്ടവരെ, God is never too late nor too early. He is always on time. ദൈവം താമസിക്കില്ല, നേരത്തെയല്ല, അവൻ സമയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഘടികാരത്തിന്റെ സൂചിയല്ല, കലണ്ടറിന്റെ തീയതിയല്ല, ദൈവം നിശ്ചയിക്കുന്ന ഒരു നേരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ 2020 ഓർത്ത് കേഴരുതേ. നമ്മുടെ 3-ാം ദിനം വരും. യേശു അഭിമുഖീകരിച്ച 3-ാമത്തെ കല്ല്, സ്റ്റോൺ ഓഫ് ഇമ്പോസിബിലിറ്റീസ്, അസാധ്യതയുടെ കല്ലുകൾ, കർത്താവ് ജയിക്കുന്നത് സ്വർഗത്തേക്ക് നോക്കി കരഞ്ഞിട്ടാണ്. 3 കല്ല് മറക്കരുത്. പാവനിയായ സ്ത്രീയുടെ മുൻപിൽ മൗനം കൊണ്ട് ജയിച്ചു. 2, കർത്താവിന്റെ പ്രഭാഷണ ശേഷം ഫ്ലൈറ്റ് ചെയ്ത് മാറി. 3, അസാധ്യതയുടെ കല്ല്, ലാസറിന്റെ കുഴിമാടത്തിൽ ജയിച്ചത് സ്വർഗത്തേക്ക് നോക്കി കരഞ്ഞിട്ട്. 4, മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള കല്ല്, സ്റ്റോൺ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. വിശുദ്ധ മർക്കോസ് 16-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 2-3 സ്ത്രീകൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളുടെ കാര്യമല്ല, മർക്കോസ് 16-ആണ്. ആ രാത്രി, ദുഃഖ ശനിയാഴ്ച രാത്രി, മഗ്ദലക്കാരി മറിയയും 1-2 എണ്ണവും കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? കാരണം എന്തെന്നറിയാം? അവരുടെ പ്രിയപ്പെട്ടവൻ ദേ കല്ലറയിൽ, കട്ടിലിന്റെ തലയ്ക്കൽ തന്നെ ഇരിപ്പുണ്ട്. സുഗന്ധവർഗ്ഗങ്ങൾ, നാളെ രാവിലെ കല്ലറയിൽ പോകണം. നേരം പാതിരാത്രിയായി. കൂടെ അവർ എഴുന്നേറ്റ് നോക്കും. നേരം വെളുത്തോടി ഇല്ല. കിടക്ക്, ഇത്തിരി നേരം കിടക്ക്. വല്ല വിധേനയും പുലരിയെത്തുന്നു. ഇരുട്ട് മാറുന്നതിന് മുമ്പേ, കിഴക്ക് കതിരോൻ തന്റെ കതിരൊളി വീശുന്നതിന് മുമ്പേ, ആ 2-3 സ്ത്രീകൾ തിടുക്കത്തിലിറങ്ങി. കയ്യിൽ ആ പൊതിക്കെട്ടുകളുണ്ട്, സുഗന്ധവർഗം, ഗുരുവിനെ പൂശാൻ. അവർ യാത്ര പോവുകയാണ് കല്ലറയിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, 16-3-4 ഇങ്ങനെയാണ്. അവർ അങ്ങോട്ട് പോയപ്പോൾ കല്ല് മാറ്റിയതാണോ മാറിയതാണോ? അത് പറഞ്ഞെങ്കിലേ ബാക്കി ഞാൻ പോവുള്ളൂ. ആ കല്ല് അവർ പോയപ്പോൾ
കർത്താവിന്റെ കല്ലറയുടെ മുമ്പിലിരുന്ന കല്ല് മാറ്റിയതാണോ മാറിയതാണോ? മാറിയതാണ്. കല്ല് മാറിയതാണ്. അവർ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? പക്ഷെ അവർ ചെന്നപ്പോൾ കല്ല് മാറ്റിയിരിക്കുന്നതായി കണ്ടു എന്നല്ല, മറിച്ച് കല്ല് മാറിയിരിക്കുന്നതായി കണ്ടു. എന്താ ഇതിന്റെ അർത്ഥം? പീലാത്തോസ് ഗോതരത്തിന്റെ 7 പൂട്ടിട്ട് മെനഞ്ഞാന്ന് വൈകിട്ട് പൂട്ടിയ കല്ല. ആര് പിടിച്ചാലും ഇളകുകയല്ല. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ അകത്ത് മരണം, പുറത്ത് ജീവൻ. മരണത്തിനും ജീവനും ഇടയ്ക്ക് ചില കല്ലിരിക്കും. ലോകം മാറ്റുകയല്ല, മെഡിക്കൽ സയൻസിന് അപ്രാപ്യമാണ്. അത്തരം ചില കല്ലുകൾ മാറും. അനുഗ്രഹമുറിയിൻ പൂട്ടുകൾ താനേ തുറപ്പാൻ. പഴയ പാട്ടാ, പഠിക്കൂ. അനുഗ്രഹമുറിയിൻ പൂട്ടുകൾ താനേ തുറപ്പാൻ മനസ്സിനേശുവിനോട് ലയിപ്പാനായി അരുളാം. സന്തോഷം. ഏത് പാട്ടാ? പരനേ തിരുമുമ്പിൽ വരുന്നോരീ സമയേ, പരനേ തിരുമുമ്പിൽ വരുന്നോരീ സമയേ, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുളാം. പാടണം നന്നായി. എനിക്ക് സന്തോഷമുണ്ട്. പലയിടത്തും ചെന്ന് ഇതൊന്നും പാടി കിട്ടുകയല്ല. എൻ്റെ ബാക്കി നമ്മളെ പണ്ടേ വിട്ടുകളഞ്ഞ പാട്ടാ ഇതൊക്കെ. അനുഗ്രഹ മുറിയുടെ പൂട്ടുകൾ എങ്ങനെ തുറക്കുമെന്നാ പാടിയത്? താനേ തുറക്കും. ചില കല്ലിങ്ങനെയാ. അതുകൊണ്ടാണ് ദൈവവചനം പറയുക, ഇത് ദൈവത്താൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. ഒരു വല്ലാത്ത വേദന, ഉള്ളിലൊരു വല്ലാത്ത വേദനയുമായി ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോകുന്ന ചില നേരം ഡോക്ടർ പറഞ്ഞു, ഉള്ളിലൊരു തടിപ്പ് കാണുന്നുണ്ട്, പ്രശ്നമാണെന്ന് തോന്നുന്നു, ഒരു 3 ആഴ്ച ഈ ഒരു ടാബ്ലറ്റ് എടുക്കുക, 3 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വാ, നമുക്കൊന്നുകൂടെ സ്കാൻ ചെയ്യാം, ഇത് പ്രശ്നമാണെങ്കിൽ നമുക്ക് സർജറി നടത്താം, ബയോപ്സിക്ക് ഒന്ന് അയക്കാം. ഓ, ന്യായവിധി എന്ന് കേൾക്കണതിനേക്കാൾ പേടിയാണ് സർജറി എന്നും ബയോപ്സി എന്നൊക്കെ കേൾക്കുമ്പോൾ. പിന്നത്തെ 3 ആഴ്ച പൗലോസ്ലീഹയുടെ എന്നെ പ്രേമമാണെന്നേ, മാതാവിനോട് എന്തോ ഭക്തിയാണെന്നേ, എന്തോ ഒരു ദൈവവിശ്വാസമാണെന്നേ. നമ്മളിങ്ങനെ ഒരുങ്ങി നടക്കും, ദൈവമേ ആ വേദന, ആ തടിപ്പ് വളർന്നോ കുറഞ്ഞോ. ഓ, പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പഴയ ആശുപത്രിയുടെ ഗ്രാനൈറ്റ് ഭാഗം ഇടനാഴിയിൽ ഡോക്ടറുടെ OP-യുടെ മുമ്പിലൊരു ഇരിപ്പുണ്ട്. ചത്തറാണോ ജീവിച്ചിരിക്കണോ എന്നറിയാത്ത രീതിയിൽ വല്ലാതെ നിസ്സംഗമായി മറ്റൊരു സ്കാനിങ്ങിന്റെ റിസൾട്ടുമായി ആ ഉച്ചനേരത്ത് ഡോക്ടറുടെ മുമ്പിലേക്ക് നാം കയറി ചെല്ലും. വളരെ പേടിയോട് ഡോക്ടർ ചിലപ്പോൾ നോക്കിയിട്ട് പറയും, കഴിഞ്ഞ മാസം കണ്ട പ്രശ്നം ഇപ്പോ, ബാക്കി നിങ്ങൾ പറയുന്നേ, ഇപ്പോ കാണുന്നില്ല, അത് മരുന്നൊന്നും ഇനി കഴിക്കും. മാറ്റിയതാണോ മാറിയതാണോ? മാറിയതാ. അങ്ങനെ സംഭവിച്ച പലരും ഇപ്പൊ എന്നെ കേൾക്കുന്നുണ്ടാവും. ജീവിതത്തിൽ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ദൈവശാസ്ത്രം വിജയിച്ച അനുഭവം, ജീവിതത്തിൽ മനുഷ്യൻ തോറ്റെടുത്ത് സ്വർഗം ജയിപ്പിച്ച അനുഭവം. അതുകൊണ്ടാണ് പറഞ്ഞത്, മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ചില കല്ലുണ്ട്. ആ സ്ത്രീകൾക്ക് ആ പുലരിയിൽ കല്ലറ തേടി ഓടിയ സ്ത്രീകൾക്ക് 2 പ്രതികൂലത ഉണ്ടായിരുന്നു. ഒന്ന്, ഇരുട്ട്. അവരെപ്പോഴാ പോയത്? അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ. അവരുടെ ഒന്നാമത്തെ പ്രതികൂലത എന്താ? ഇരുട്ട്. അവരുടെ രണ്ടാമത്തെ പ്രതികൂലത ഉത്തരമില്ലായ്മ. അവരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ആരെങ്കിലും ഉത്തരം കൊടുത്തോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങളൊന്ന് കൂട്ടിക്കേ, ഇരുട്ട് പ്ലസ് ഉത്തരമില്ലായ്മ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളാണെങ്കിൽ മുന്നോട്ട് പോകുമോ പുറകോട്ട് പോകുമോ? മിണ്ടുകയല്ല. ഇരുട്ട് പ്ലസ് ഉത്തരമില്ലായ്മ. നമ്മളാണെങ്കിൽ മുന്നോട്ട് പോകുമോ പുറകോട്ട് പോകുമോ? നമ്മൾ മുന്നോട്ട് പോകില്ല. പക്ഷേ ഇരുട്ടും ഉത്തരമില്ലായ്മയും ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരുമിച്ച് വന്നിട്ടും അവർ മുന്നോട്ട് പോയി. എന്ത് കണ്ടു? കല്ല് മാറിയിരിക്കുന്നതായി കണ്ടു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശു തമ്പുരാനെ അഭിമുഖീകരിച്ച 5ാമത്തെ കല്ല് വിശുദ്ധ ലൂക്കോസ് 4:3, സ്റ്റോൺ ഓഫ് ടെംപ്ടേഷൻസ്, പ്രലോഭനം എന്ന കല്ലുകൾ അറിയാമല്ലോ. 40 ദിവസത്തെ ഉപവാസ ശേഷം മരുഭൂമി വിട്ടുപോരുന്ന തമ്പുരാൻ
പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാവുക. പിശാചി കൊമ്പും പാലുമായിട്ട് തമ്പുരാന്റെ മുന്നിൽ ചെന്നു എന്നൊന്നും ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. മറിച്ച് ഒടുക്കത്തെ വിശപ്പാണ്, ഭ്രാന്ത് കയറുന്ന വിശപ്പായിരിക്കും. നമുക്കറിയാലോ, ദുഃഖവെള്ളിയാഴ്ച ഒരു 4 മണിയുടെ അവസ്ഥ നമുക്കറിയാലോ. അപ്പൊ ഈ 40 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരുമ്പോ അത് ആ മലഞ്ചെരുവിൽ വെളുത്തുരുണ്ട ഇഡ്ഡലി പോലുള്ള കുമ്മായ കല്ല് കണ്ടാൽ ഇഡ്ഡലി അല്ല എന്നാര് പറയല. ഈ സാധനം അങ്ങോട്ട് കണ്ടപ്പോഴേ കർത്താവിന്റെ ആമാശയത്തിനകത്ത് ചാരുകസേര ഇട്ടിരുന്ന പിശാച് പറഞ്ഞു, എന്നാത്തിനാ മരയാചാര്യയുടെ ഓണം കയറാ മൂലയിലുള്ള വീട്ടിൽ പോയി മറിയാമ്മച്ച് വെച്ച് കയറുന്ന കഞ്ഞി കുടിക്കുന്ന സമയം ഇനി ഒത്തിരി വേണ്ടായോ, ഇതങ്ങാണ് അങ്ങ് അപ്പമാക്കിയെങ്കിൽ സാധ്യതകൾ. പ്രലോഭനം എന്ന കല്ലുകൊണ്ട് തമ്പുരാനെ പരീക്ഷിച്ചപ്പോൾ, പ്രലോഭനം എന്ന കല്ല് വന്നപ്പോൾ തമ്പുരാൻ എന്താ മറുപടി, എങ്ങനെയാ അതിനെ ജയിച്ചത്? കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെയോ ബാക്കി പറ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന്. എനിക്ക് ബാക്കിയാ കേൾക്കണ്ട. ജീവിക്കുന്നുവെന്ന് പറയൂ, എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? യേശു ക്രിസ്തു. ഇത്രയുള്ള ചുരുക്കത്തിൽ പ്രലോഭനം എന്ന കല്ല് വന്നപ്പോൾ പിശാചിന്റെ നേർക്ക് ദൈവവചനം എടുത്തു കാണിച്ചു, പരിചയമായി. ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. പ്രലോഭനം എന്ന കല്ലിനെ തിരുവചനം കൊണ്ട് ജയിച്ചു. പിശാച് പിന്നെ ഒന്നും മിണ്ടിയില്ല, പോയി. ഇത് ഇൻഫർമേഷൻ അല്ല, റെവലേഷൻ. ഇത് അറിവല്ല, വെളിപ്പാടാണ്. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രലോഭനത്തിന്റെ കല്ലുകളിൽ തിരുവചനമെടുത്ത് ഹൃദയത്തോട് പിടിച്ചിട്ട് കിട്ടുന്നൊരു സമാധാനമുണ്ട്. പക്ഷെ നമ്മൾ ഈ കറുത്ത വൈൻ്റെ പുസ്തകം ഇനിയും കാര്യമായി തുറന്നിട്ടില്ല, നമ്മുടെ മക്കളുടെ കയ്യിൽ കാര്യമായി കൊടുത്തിട്ടില്ല. ഒരു ബൈബിൾ സംസ്കാരം സഭയ്ക്ക് വേണം. പ്രിയപ്പെട്ടവരെ, either this book will keep you from sin or sin will keep you from this book. ഒന്നുകിൽ ഈ പുസ്തകം നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നമ്മളെ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും നീതിയിലാൽ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. 1778 ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, 100 വർഷം കഴിഞ്ഞാൽ ഈ പുസ്തകം കാണില്ല, നസറായന്റെ പഠിപ്പിക്കൽ കാണില്ല. ആ മനുഷ്യൻ മരിച്ചു, വോൾട്ടയർ. നരകത്തെയും പിശാചിനെയും കാണുന്നു എന്ന് പറഞ്ഞിട്ട് മരിച്ചു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ജീവിച്ചിരുന്ന വീട് പിൽക്കാലത്ത്, തമ്പുരാന്റെ തമാശ പറയാ ഞാൻ, തമ്പുരാന്റെ തമാശ, പിൽക്കാലത്ത് അത് പറഞ്ഞ മനുഷ്യന്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി. ഇതൊന്നും അറിയാതെ അവിടെ നിന്ന് ബൈബിൾ അച്ചടിക്കുന്ന പ്രസ് തുടങ്ങി. നോക്കണം, ആ വീട്ടിൽ പണ്ട് താമസിച്ചിരുന്ന വലിയ മനുഷ്യൻ പറഞ്ഞത് 100 വർഷം കഴിഞ്ഞാൽ ഇത് കാണുകയില്ല. ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പിൽക്കാലത്ത് വേദപുസ്തകം അച്ചടിക്കുന്ന പ്രിന്റിംഗ് പ്രസ് തുടങ്ങി. ദൈവത്തിന്റെ വചനം 5 കല്ലുകൾ യേശുക്രിസ്തു അഭിമുഖീകരിച്ചതായി നാം ഇന്ന് രാത്രി ധ്യാനിച്ചു. കർത്താവ് ജയിച്ച 5 വിധങ്ങളെ നാം ധ്യാനിച്ചു. പോരാട്ടങ്ങളുടെ കല്ലുകളെ മൗനം കൊണ്ട്, ജീവിതത്തിൽ പ്രാണനെടുത്ത് കളയുന്ന കല്ലുകളെ സാഹചര്യം വിട്ട് ഓടിക്കൊണ്ട്, അസാധ്യതയുടെ 4-ാം ദിനത്തിലെ കല്ലുകളെ സ്വർഗത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട്, മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ഇരുട്ടും ഉത്തരവില്ലായ്മയിൽ ഒരുമിച്ച് വന്നപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട്, പ്രലോഭനം എന്ന കല്ലിനെ ദൈവവചനം കൊണ്ട്. ഈ രാത്രി നാം ഒരുമിച്ച് ചിന്തിച്ചത്, ഒന്ന് ശാന്തമായി തിരിഞ്ഞു നോക്കൂ. കല്ലിന്റെ 2 മുഖങ്ങൾ. പ്രതിസന്ധിയുടെ കല്ലുകൾ കാലത്തിന് തരുന്ന ചില ചിന്തകൾ. എന്നെ ഈ ദേവാലയത്തിന്റെ ഉള്ളിലും ഈ ഓൺലൈൻ സാധ്യതകളിലും കേട്ട ദൈവജനമേ, ഞാൻ നിങ്ങൾ ഒരുമിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു മരുന്നായി സ്വീകരിക്കേണ്ട ചില പാഠങ്ങളാണ് ഇതെന്ന് ചിന്തിക്കുമോ? ഈ ശുശ്രൂഷയേറെ താല്പര്യത്തോടെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു.